Hello everyone, welcome to Kids Area Online. Class 3 Maths exam ആയിരുന്നു ഗണിതം. എക്സാം ഈസി ആയിരുന്നല്ലോ? ഈസി ആയിരുന്നോ? യെസ്. അപ്പോൾ ഇന്ന് എഴുതിയ എക്സാമിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നിങ്ങളുടെ കുട്ടിക്ക് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളം റീഡിംഗ് റൈറ്റിംഗ് കോഴ്സിൻ്റെ അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ബാച്ച് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് ആണ്, സൂമിലാണ് ക്ലാസ് വരുന്നത്. അതിനും താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 9746487799. വെജിറ്റബിൾ പ്രിന്റിംഗ്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ, this is a picture of vegetable printing prepared by Jinu at the work experience fair. Observe the picture. ഇതിൽ കുറച്ച് ഷേപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെജിറ്റബിൾ പ്രിന്റിംഗ് നടത്തിയിട്ടുണ്ട്. സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ ഇത് വെച്ചിട്ട് നോക്കുക എത്ര സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആണ് ഇവിടെ ഉള്ളത്. എത്രയായിരുന്നു? നിങ്ങൾ കൗണ്ട് ചെയ്ത് ശരിയാണോ നോക്കാം. 6 റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ഉണ്ട്. അതുപോലെ തന്നെ ട്രയാങ്കിൾ 5 5 ഉണ്ട്. സർക്കിൾ 18 ഉണ്ടായിരുന്നു. 18 6 5 18. Umesh made a shape with triangles of the same size. How many triangles were joined together to make this shape? ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചെറിയ ട്രയാങ്കിൾസ് എടുക്കേണ്ടി വന്നു? ആൻസർ 9. 9 ട്രയാങ്കിൾസ് ഉപയോഗിച്ചാണ് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. Look at the pattern drawn by Manu. Complete the pattern from the options given below. ഇവിടെ ലെഫ്റ്റിലേക്ക്, അടുത്ത് കറങ്ങുമ്പോൾ മുകളിൽ പോവും, അടുത്ത് കറങ്ങുമ്പോൾ റൈറ്റിൽ വരും, അടുത്ത് കറങ്ങുമ്പോൾ ഇവിടെ വരും, താഴെ വരും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ആക്ടിവിറ്റി 2A. Let's find the number. Put a tick mark against the correct statement related to the number in the circle. 749. ഇതുമായിട്ട് മാച്ചായി വരുന്നത് ഏതാണ്? 74 tens 49 ones? No. 7 tens 49 ones? No. 600 149 ones? ശരിയാണോ? യെസ്, ശരിയാണ്. 700 + 9 + 40 ഇതും ശരിയാണ്. ബിയും ഡിയും ആണ് ശരി ഉത്തരം. ബി, ഡി ഇത് രണ്ടും ശരിയാണ്. അറേഞ്ച് ദ നമ്പർ ഇൻ ദ സർക്കിൾ ഓൺ ദ അബാക്കസ്. 749നെ അബാക്കസിൽ എഴുതുക. അപ്പോൾ 700, അപ്പോൾ ഇവിടെ എത്ര മുത്ത് വേണം? 7 ബീറ്റ്സ് വേണം. ടെൻസിൻ്റെ സ്ഥലത്ത് 4 വേണം, വൺസിൻ്റെ സ്ഥലത്ത് 9 വേണം. ഓക്കെ, അപ്പോൾ 749 ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിരുന്നു. അബാക്കസിൽ അറേഞ്ച് ചെയ്യാൻ ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഇൻ ദ സർക്കിൾ ഇൻ വേർഡ്സ്. ഈ വേർഡിന് 749 എങ്ങനെ എഴുതാം? 749 ആൻഡ് കൊടുത്തില്ലെങ്കിലും 749 എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. Put a tick mark against the incorrect pattern of numbers. Incorrect pattern ഏതാണ്? 135 140 145 5 വെച്ച് കൂടി പോവാണ്. ശരിയാണ്. 20 60 100 40 വെച്ച് കൂടി പോവാണ്. ശരിയാണ്. 400 320 240 160 80 വെച്ച് കുറഞ്ഞു പോവാണ്. ശരിയാണ്. 30 60 100 30 കൂടി 40 കൂടി വീണ്ടും 30 കൂടി തെറ്റാണ്. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 2B. Let's find and write. Asma is playing with number cards. Play notes and abacus from the math box. മാത്ത് ബോക്സിൽ നിന്ന് ഈ നമ്പർ ഉപയോഗിച്ചിട്ട് ഗെയിം കളിക്കുകയാണ്. റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് ഡിജിറ്റ് നമ്പേഴ്സ് പോസിബിൾ യൂസിങ് ദീസ് കാർഡ്സ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്. ഡിജിറ്റ്സ് റിപ്പീറ്റ് ആവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 3 അക്ക സംഖ്യ 864. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 246. If the digit in the tens place of 364 is changed to the largest single digit number, which of the following will be correct? ഇവിടെ ടെൻസിൻ്റെ സ്ഥലത്തുള്ള നമ്പറിനെ ലാർജസ്റ്റ് സിംഗിൾ ഡിജിറ്റ് നമ്പർ 9 ഏറ്റവും വലിയ ഒരൊക്കെ സംഖ്യ സിംഗിൾ ഡിജിറ്റിൽ ഏറ്റവും വലുത് 9 ആണ്. ഈ ടെൻസിൻ്റെ സ്ഥലത്തുള്ള സംഖ്യ മാറ്റി അവിടെ 9 ആക്കണം. അപ്പോൾ 394 ആണ് വരിക. 6 മാറ്റി അവിടെ 9 ആക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ശരി ഉത്തരം മൂന്നാമത്താണ്. 38 turns and 4 ones തെറ്റായിട്ടുള്ളതാണ്. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? 38 turns 4 ones അതാണ് തെറ്റായിട്ടുള്ളത്. 384 ആണ് കിട്ടുക. 308 turns 40 ones 394 കിട്ടും. 38 turns
14 ones 394 കിട്ടും. 394 ones 394 കിട്ടും. ഇവിടെ 384 കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, റോങ് വൺ, തെറ്റായിട്ടുള്ളതിന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ്. D question, Asma gave a 100 rupee plain note for change. She received 7 note. Tick the correct statement below. 100 rupeesനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ 7 നോട്ട് കിട്ടി. 7 നോട്ട് കൂട്ടുമ്പോൾ 100 കിട്ടും. ഓൾ ദ നോട്ട്സ് ആർ 20 rupees നോട്ട്സ്. 5 20 rupees ആവുമ്പോഴേ 100 ആവുള്ളൂ. 7 നോട്ട് വേണം. അപ്പോൾ അതല്ല. ഓൾ ദ നോട്ട്സ് ആർ 10 rupee നോട്ട്സ്. 10 rupee നോട്ട്സ് ആണെങ്കിൽ 10 ഉണ്ടെങ്കിലേ 100 ആവുള്ളൂ. അപ്പോൾ അതുമല്ല. All the notes are of 50 and 20 rupees. 50യും 20 rupeesഉം. 50 വന്നു കഴിഞ്ഞാൽ 20 വന്നാൽ 90 ആയി. പിന്നെ ഒരു 10 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ 100 ആവുള്ളൂ. അപ്പോൾ അതുമല്ല. All the notes are 20 and 10 rupees. 20യുടെ 3 നോട്ടും 10ൻ്റെ 4 നോട്ടും വന്നാൽ 100 ആയി. അപ്പോൾ ഇതാണ് ശരി. Asma is arranging beads on the abacus. There are 13 beads. What is the smallest 3-digit number she can make? 139. 13 beads. 9 plus 3 12. 12 plus 1 13. 13 beads വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന സ്മോളസ്റ്റ് 3-digit നമ്പർ 139. Activity 3, jersey sales. The table shows the number of jerseys sold at Sruthi's shop. Argentina 173, Brazil 189, Portugal 168, Spain 149, France 161, England 119, Germany 104. Which country jerseys are sold the most? ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നത് ബ്രസീൽ 189. Which country jerseys are sold the least? ഏറ്റവും കുറച്ച് വിറ്റിരിക്കുന്നത് 104, ജർമ്മനി. Observe the statement based on the above table. Put a tick mark against the correct statement. The number of Portugal's jersey is more than the Argentina's. The number of Portugal's jerseys is 7 more than that of France's. The number of France's jersey is less than that of Spain's. ഇവിടെ ശരി ഉത്തരം വരുന്നത് then 2 ആണ്. The number of Portugal's jerseys is 7 more than that of France. ഫ്രാൻസിനേക്കാളും 7 കൂടുതലാണ് പോർച്ചുഗലിന് ജേഴ്സിയുടെ എണ്ണം നോക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. Shruti is listening the names of countries from the lowest to the highest in the sales of jersey. Then, which country comes after Portugal? Argentina. Which country comes just before Portugal? France. പോർച്ചുഗലിന് മുമ്പും പിമ്പും ഏതാണ് വരിക? ലോവസ്റ്റ് ടു ദ ഹയസ്റ്റ് പ്രൈസ് നോക്കുമ്പോൾ. 4A, welfare fund. The number of currency notes collected by Mia and her friends from the school welfare fund is given in the table. Complete the table. Mia 10 rupees 4 ഉണ്ട്, 20 rupees 2 ഉണ്ട്, 50 rupees 1 ഉണ്ട്, 100 rupees 5 ഉണ്ട്, അങ്ങനെ 630. ഫിനു 420 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10ൻ്റെ 2 ഉണ്ട്, 20യുടെ 0 ഉണ്ട്, 100ൻ്റെ 1 ഉണ്ട്. അപ്പോൾ ഇനി എത്ര വേണം? 300 വേണം. അപ്പോൾ 300ന് 6 നോട്ട്സ് 50 നോട്ട്സ് ഉണ്ടെങ്കിൽ 300 ആവും. അപ്പോൾ ഇത് കറക്റ്റ് ആവും. ഇവിടെ എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 500, 600, 630, 670. ഇവിടെ വരുമ്പോൾ ഉള്ളത് ഇവിടെ വരുമ്പോൾ 40, 90 പോയി കഴിഞ്ഞാൽ പിന്നെ 500 വേണം. അപ്പോൾ 500 നോട്ട് ഉണ്ടെങ്കിൽ 590 കിട്ടും. Who got the highest amount for the welfare fund? വെൽഫെയർ ഫണ്ടിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടിയത്? സോനുവിനാണ്. 670 ആണ് കേട്ടോ. സോനു ആണ് ഇവിടെ എഴുതാനുള്ളത്. സോനു ആണ് ഹയസ്റ്റ് എമൗണ്ട്. സോനുവിനാണ് 670. Which currency note was received the most? ഏറ്റവും കൂടുതൽ കിട്ടിയ നോട്ട് 10ൻ്റെതാണോ 20യുടേതാണോ 50യുടേതാണോ 100ൻ്റെതാണോ? ഏതാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്? 5551. 16 നോട്ട്സ് 100ൻ്റെത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് 100ൻ്റെ നോട്ടാണ്. Activity 4B, rice distribution. The table below shows the quantity of rice sold in shops owned by Ashwin and Alice during the last 4 months. അശ്വിനും അലിയും വിറ്റ റൈസിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ടീച്ചർ ഇവിടെ ചെറുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൂ സോൾഡ് മോർ റൈസ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച്? മാർച്ചിൽ ഏറ്റവും കൂടുതൽ വിറ്റത് ആരാണ്? അലി. 500 ആണ്.
ഹൗ മെനി കിലോഗ്രാംസ് മോർ ഡിഡ് ഹി സെൽ? എത്ര കൂടുതൽ വിറ്റു? ഇവിടെ 250 കിട്ടി, ഇവിടെ 500 കിട്ടി. അപ്പോൾ 250 കിലോഗ്രാം കൂടുതൽ വിറ്റു. വാട്ട് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് സോൾഡ് ബൈ ബോത്ത് ഓഫ് ദം ടുഗദർ ഇൻ ദ മന്ത് ഓഫ് ജനുവരി? ജനുവരിയിൽ രണ്ടുപേരും കൂടി എത്ര കിലോ അരി വിറ്റു? 300 പ്ലസ് 400, 700 കിലോഗ്രാം. The total quantity of rice sold by both of them together was found to be equal in certain months. Identify the months. 2 മാസങ്ങളിൽ അവർ രണ്ടുപേരും വിറ്റത് ഒരേ അളവിലായിരുന്നു. ഏതൊക്കെ മാസത്തിലാണ് അവർ ഒരേ അളവിൽ വിറ്റത്? ഫെബ്രുവരി 450 പ്ലസ് 350 800, 550 പ്ലസ് 250 800. അപ്പോൾ ഫെബ്രുവരിയും ഏപ്രിലും രണ്ടുപേരും ഒരേ അളവിലാണ് വിറ്റിരിക്കുന്നത്. 5ാമത്തെ ആക്ടിവിറ്റി സ്പോർട്സ് മീറ്റ് ആണ്. Joseph and his friends are preparing chess numbers for school sports meet. 100 meter റേസിന് 1 to 50 ഉണ്ട്. 200 മീറ്ററിന് 51 മുതൽ 100 വരെയാണ്. ലോങ് ജമ്പിന് 101 മുതൽ 200 വരെയാണ്. Children participating in the 100 meter race are standing in the order of their chess numbers from 1 to 50. Joseph stand in the 5th position from the front of the line. വാട്ട് ഈസ് ദ ചെസ് നമ്പർ ഓഫ് ജോസഫ്? ജോസഫിൻ്റെ ചെസ് നമ്പർ എത്രയാണ്? 5ാമതാണ് നിന്നത്. അപ്പോൾ എത്ര തന്നെയായിരിക്കും? 5ാമത്തെ നമ്പറാണ്, 5ാമത്തെ ചെസ് നമ്പറാണ് ജോസഫിൻ്റെത്. ബി ക്വസ്റ്റ്യൻ. അപർണ ഈസ് കാൽക്കുലേറ്റിംഗ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ 200 മീറ്റർ റണ്ണിംഗ് റേസ്. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് മെത്തേഡ് യൂസ്ഡ് ബൈ ഹർ. ഇവിടെ 200 മീറ്റർ റണ്ണിംഗ് റേസിൽ 51 മുതൽ 100 വരെയാണ് ചെസ് നമ്പർ ഉള്ളത്. അപ്പോൾ ഇവിടെ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് കണ്ടെത്താനുള്ള കറക്റ്റ് മെത്തേഡ് ഏതാണ്? അപ്പോൾ 51 മുതൽ 100 വരെയാണ്. അപ്പോൾ 100ൽ നിന്ന് 51 കുറച്ചിട്ട് 1 കൂട്ടണം, അല്ലെങ്കിൽ 100ൽ നിന്ന് 50 കുറയ്ക്കണം. ഇതിലേതെങ്കിലും ആയിരിക്കും ശരി ഉത്തരം. ഇത് രണ്ടുമാണ് ശരി ഉത്തരം. അപ്പോൾ 100 മൈനസ് 51 പ്ലസ് 1 ഇതും ശരിയാണ്. 100 മൈനസ് 50 ഇതും ശരിയാണ്. എയും സിയും ആണ് ശരി ഉത്തരം. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ 3 ഈവൻറ്റ്സ്. മൂന്ന് പ്രോഗ്രാമുകളിലും കൂടെ ആകെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്ര? 200 കുട്ടികളാണ് ആകെ പങ്കെടുത്തത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. തെറ്റിപ്പോയവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നോക്കി, ആരും വിഷമിക്കേണ്ട. അടുത്ത എക്സാമിന് ഫുൾ മാർക്സ് മേടിച്ചാൽ മതി കേട്ടോ. തെറ്റിപ്പോയവരുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി പഠിക്കുക. പഠിച്ചിട്ട് അടുത്ത എക്സാമിന് അത് തിരുത്തിയെടുക്കുക കേട്ടോ. Okay children, bye bye. Thank you.